വെൽക്കം ബാക്ക് ടു മൈ ഈവനിങ് വ്ളോഗ്. സോ ഇന്ന് ഒരു ക്ലീനിങ് ആണ് കേട്ടോ. ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ കിച്ചൺ ആണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരുവിധം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് കുറച്ചുകൂടെ ക്ലീനിങ് ഉണ്ട് കേട്ടോ. അതുകൂടി ക്ലീൻ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ഈസി ടിപ്പാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒരു ചെറിയ പ്ലേറ്റ് അല്ല, ഒരു ചെറിയ ബൗള് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് വരാം കേട്ടോ. ഇതിലിതേ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പൈപ്പ് വാട്ടറാണ്. ഇതെടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. ഈ പ്ലേറ്റ്സ് ഒക്കെ മാറ്റിയിട്ട് അതിന് കൂടെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇത് ക്ലീൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് റിസൾട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ബാക്ക് ക്യാം ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാവേ. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എപ്പോഴും ഇൻഷോട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, മൾട്ടിപ്പിൾ ആപ്സ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ VN ആയിരുന്നു യൂസ് ചെയ്ത്, ഇപ്പൊ VN-ഉം ഇൻഷോട്ടും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ തന്നെ ഫീച്ചേഴ്സ് ഉള്ള ഒരു എഡിറ്റ്സ് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. അതും കൂടി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ വെള്ളം വെച്ച് എല്ലാവരുടെയും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആവും കേട്ടോ. ഇനി ബാക്ക് ഇവിടെ കുറച്ച് വെള്ളം തെളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതെല്ലാം കൂടെ ഇങ്ങനെ തെളിച്ച് വിട്ടാക്കാനായിട്ട് പോവാ കേട്ടോ. കുറച്ചിട്ടാൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് തുടച്ച് വൈപ്പ് ചെയ്ത് വിട്ടാല് എല്ലാം വെള്ളത്തിലൊക്കെ ഉറുമ്പ് വരാൻ തുടങ്ങിട്ടോ. ഇന്നലെ അമ്മ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ അമ്മ തന്നെ ഉണ്ണിയപ്പം ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രണ്ടാളും വെച്ച് ഉണ്ണിയപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൽ മാറ്റിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. സോ ഒരു മാംഗോ ഉണ്ട്, അത് ഇങ്ങോട്ട് മാറ്റുകയാണെ ഒരു പ്ലേറ്റിലോട്ട്. രാവിലെ വെച്ച ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആണ്. ഇത് ഇങ്ങോട്ട് മാറ്റുക കേട്ടോ. പിന്നെ ഇത് ഉപ്പാണിത്. ഇതിന് കുറച്ച് നെയ്യുണ്ട്. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ കുറച്ചുകൂടി വാട്ടർ, അതായത് ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് ആദ്യം മാറ്റി ഈ പോർഷൻ ക്ലീൻ ആക്കട്ടെ. അതിനുശേഷം ഇവിടത്തെ നമുക്ക് ക്ലീൻ ആക്കാം കേട്ടോ. പിന്നെ ഈ കസ്റ്റർഡ് എക്സ്പയറി കഴിഞ്ഞതാണ്. കസ്റ്റർഡ് പൗഡർ ഇവിടെ നമ്മൾ വാട്ടർ ഇട്ടിട്ട് അങ്ങ് വിതറി കൊടുക്കുക. അതിനുശേഷം നന്നായി ക്ലീൻ ആക്കുക കേട്ടോ. അവിടെ എനിക്ക് ചില സമയത്ത് ഒരു പ്രശ്നമുണ്ട്. അതെന്താന്ന് അറിയില്ല. ഈ ബുക്സ് ഇല്ലേ, അതെല്ലാം വെക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പണ്ട് എന്റെ സ്റ്റഡി ടേബിൾ എന്റെ വീട്ടിലുണ്ട്, പഴയ വീട്ടിലുണ്ടായിരുന്ന സ്റ്റഡി ടേബിളിൽ കൃത്യമായിട്ട് അതാണ് അറേഞ്ച് ചെയ്ത് വെച്ചില്ലെങ്കിൽ അതിലാരെങ്കിലും തൊട്ടാ എനിക്ക് ദേഷ്യം വരും. പക്ഷെ കിച്ചന്റെ കാര്യത്തിൽ അത്രയും ഉണ്ടായിരുന്നില്ല. ബുക്കുകളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു ഈ പ്രശ്നം. പിന്നെ എന്റെ കുറച്ച് പേന സാധനങ്ങൾ അങ്ങനെയൊക്കെ തൊട്ട് ബ്രദറൊക്കെ വന്ന് തൊടുമ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ വരും. ഇവിടെ വന്നതിന് ശേഷം അത് കുറച്ചിങ്ങനെ മാറി വരാൻ തുടങ്ങി. കുറച്ച് നമ്മുടെ രീതികളും റൊട്ടീനൊക്കെ മാറില്ല. അത് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും രീതികളും റൊട്ടീൻസ് ഒക്കെ മാറും. അത് ഞാൻ ചേച്ചിയുടെ ഫ്രണ്ട്സിനോട് ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്. അവിടെ ആ ഇതുമായിട്ട് എനിക്ക് എന്റെ വീട്ടിലൊരു രീതി, അവിടുത്തെ ഒരു വീട്ടിലൊരു രീതി. അപ്പൊ അവരുടെ ഒരു രീതി. അത് പെട്ടെന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പോയി വന്നപ്പോ എനിക്ക് ആക്ച്വലി എന്തോ ഒരു പ്രോബ്ലം വീട്ടിലിരുന്നപ്പോ ഉണ്ടായിരുന്നു. ഈ ഓവർ വൃത്തിന്റെ പ്രശ്നം അന്ന് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പൊ ആ വൃത്തിയുടെ പ്രശ്നം കുറച്ച് കുറഞ്ഞു. പക്ഷെ നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ ഓവർ വൃത്തിയിൽ വളർത്തണ്ട, ഒരു ക്ലെൻലിനെസ്സിൽ മാത്രം വളർത്താനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ എന്റെ അച്ഛനും അമ്മയും ഭയങ്കര ക്ലീനിങ്ങിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാട്ടോ കിച്ചണില്. അപ്പൊ ഇവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെയും കൂടി ഒന്ന് തുടക്കട്ടെ കേട്ടോ. മുളകെല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ഭയങ്കര കയ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഇത്
കയ്പ് എനിക്ക് തീരെ പറ്റില്ല. ഇത് ഇവിടെയൊക്കെ നന്നായി ക്ലീൻ ആക്കും കേട്ടോ ഞാൻ. പിന്നെ അമ്മയുടെ മരുന്നുണ്ട്, അത് നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് മോരുണ്ട് ഇപ്പോഴത്തെ, അത് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റാം. ഇനി ഇതെല്ലാം ഇങ്ങോട്ട് സൈഡിലോട്ട് വെച്ചതിന് ശേഷമാണ് ക്ലീൻ ആക്കുന്നത് കേട്ടോ. വാഷ് ചെയ്യാനുള്ള പ്ലേറ്റ്സ് ഒക്കെ മാറ്റുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് വാഷിംഗ് പ്ലേറ്റ്സ്. അതായത് ഞാൻ ടു ഡു ലിസ്റ്റിൽ എപ്പോഴും ഇടാറുള്ളത് കേട്ടോ ഡെയിലി. പക്ഷെ ചിലത് ഞാൻ വായിച്ചു വിടാറില്ലായിരുന്നു, കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട സമയത്ത് കേട്ടോ. പക്ഷെ അത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കുക. ഞാൻ എൻ്റെ ബ്രദർക്ക് ഒരു ട്രെയിനിങ് ചെറുപ്പം കൊടുത്തിട്ടുണ്ട്. നീ കഴിച്ച പാത്രം നീ തന്നെ കഴുകി വെക്കണം എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി കഴുകി തരുമോ ചോദിച്ചാൽ പോലും ഞാൻ കഴുകി കൊടുക്കാറില്ലാത്ത ഒരാളായിരുന്നു. ഓക്കെ, സോ ദേ ബ്രദർ തന്നെ സ്വന്തമായി വാഷ് ചെയ്യും, അച്ഛനും സ്വന്തമായി വാഷ് ചെയ്യും, ഫുഡ് കഴിച്ച പ്ലേറ്റ് അമ്മയും സ്വന്തമായി വാഷ് ചെയ്യും. അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവിടുത്തെ ഒരു ലൈഫ് രീതി. അങ്ങനെയായിരുന്നു. ഇവിടെ എല്ലാം ക്ലീൻ ആക്കി വെക്കുകയാണേ. ഓക്കെ, ഇവിടെ ക്ലീനായി. ഇനി ഇവിടെ ക്ലീൻ ആയതിനു ശേഷം നമ്മൾ ഈ മിക്സിയുടെ ഇപ്പുറത്തുകൂടെ ക്ലീൻ ആക്കാൻ പോകും കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ അടുക്കള ഒരുവിധം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ആ ടൈൽ ബ്ലാക്ക് കളർ പോർഷൻ കൊണ്ട് ഇത്രയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റ്സ് വാഷ് ചെയ്യാം. ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുണ്ട് കേട്ടോ. ഒരു 2 പ്ലേറ്റില് ഞാനൊരു സാധനങ്ങൾ 2 മാറ്റുകയാണേ. വലിയ പ്ലേറ്റിൽ തന്നെ ഇവിടെ ഉറുമ്പ് വരും കേട്ടോ. നമ്മൾ വെളിയിലോട്ട് ചക്ക വെക്കരുത്. എപ്പോഴും വെക്കുമ്പോൾ പ്ലേറ്റിൽ വെച്ചിട്ട് മൂടി വെക്കുക. അതായത് എൻ്റെ അമ്മയും ആൻറ്റിയൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. വാഷിംഗ് പ്ലേറ്റ്സ് ആൻഡ് ക്ലീനിങ്. ഓക്കെ, നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിനു മുമ്പ് ഓൾറെഡി അമ്മ ക്ലീൻ ചെയ്ത കുറച്ച് പ്ലേറ്റ്സ് ഉണ്ട്. അതിനൊന്നുകൂടി ഇവിടെ മാവൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായി വാഷ് ചെയ്ത് വിട്ടാക്കുക കേട്ടോ. നന്നായിട്ട് സോപ്പിട്ടിട്ട് കൈ വാഷ് ചെയ്യുക. അപ്പൊ ഇത് ഈ 2 പാത്രം നമ്മൾ മാറ്റി വെക്കാൻ പോവാണ്. വാഷ് ചെയ്തിട്ട് ഇതും കൂടി ഒന്ന് വാഷ് ചെയ്യട്ടെ. എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ പാത്രം വാഷ് ചെയ്യുമ്പോൾ. സ്ട്രെസ് ലെവല് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ചിലർക്ക് പോകുമ്പോൾ അറിയുന്നത്. എൻ്റെ കേസിൽ അത് പോകുന്നുണ്ട് കേട്ടോ. സ്ട്രെസ് അങ്ങനെ തനിയെ മാറും. എല്ലാ സ്ട്രെസ്സും ഇതിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തനിയെ മാറും. ഓക്കെ, നമ്മളിത് ഇങ്ങോട്ട് താഴോട്ട് വെക്കാം. നമ്മൾ ഇതുകൂടെ ഒന്ന് വാഷ് ചെയ്യട്ടെ. ഇത് പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണേ. ഇപ്പോൾ വാഷ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളാണ്, അതെല്ലാം വാഷ് ചെയ്യാതെ. ഈ സ്ക്രബ്ബർ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ 90s ഒരു പരസ്യം ഉണ്ട് കേട്ടോ. ആ സ്ക്രബ്ബർ എനിക്ക് ശരിക്കും വിമ്മിന്റെ പരസ്യത്തിലാണെന്ന് തോന്നുന്നു. അതിൽ ഇങ്ങനത്തെ ഒരു സ്ക്രബ്ബറിന്റെ പണ്ട് എപ്പോഴും ഒരു കുട്ടിക്കാലത്ത് എപ്പോഴും കണ്ടതാണ് കേട്ടോ. TV-യിൽ എപ്പോഴും കണ്ട ഒരു സ്ക്രബ്ബർ ഉണ്ട്. അതിന്റെ ഓർമ്മ കേട്ടോ വരുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ കിച്ചൺ വർക്കൊക്കെ ചെയ്യുമ്പോൾ നന്നായി ചിരിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചിരിച്ചിട്ട് ചെയ്തോളൂ. എനിക്ക് പെട്ടെന്ന് ഫേസിൽ അങ്ങനെ ചിരി വരില്ല. അറിയാതെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥായി ഭാവത്തിൽ നിൽക്കും കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. അതെ, എൻ്റെ അച്ഛൻ കുടിച്ച ചായയുടെ ഗ്ലാസ് ഉണ്ട്, അതും കൂടി ഒന്ന് കഴുകാം കേട്ടോ. ഇതെല്ലാം ഇവിടെ കറക്റ്റായിട്ട് ഉണങ്ങാനായിട്ട് വെള്ളം പോകാനായിട്ട് വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇതും കൂടെ വെക്കുക.
ഇതൊന്ന് നന്നായി വാഷ് ചെയ്ത് കൊടുക്കേണ്ട. കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്തതാണ്, അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാണ് വിചാരിച്ചത്, വൈപ്പർ കാണാനില്ല. അപ്പൊ ഇത് ഇനി ജസ്റ്റ് ഒന്ന് ഒരു ക്ലോത്ത് വെച്ച് ഇന്ന് ഉള്ളിലോട്ട്, സിങ്കിന്റെ ഉള്ളിലോട്ട് ഒന്ന് കഴുകി വിട്ടേക്കുക. മനസ്സിലായോ? ഇങ്ങനെ സിങ്കിന്റെ ഉള്ളിലോട്ട് കഴുകി വിടുക. ഇങ്ങനെ തുടച്ചിട്ട് ഇതെല്ലാം ഇതിന്റെ ഉള്ളിലോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കിയ താരമുണ്ട്, എനിക്ക് തോന്നുന്നു ഏതാണ്, പ്രൊമോഷൻ അല്ല, ഇത് ടീസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കേട്ടോ. അത് മറ്റേ ഡിഷ് വാഷ് ബാർ ആണ്. ഇത് നീ സ്പഞ്ച് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതേ ഈ സിങ്ക് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. സിങ്ക് നന്നായി വാഷ് ചെയ്തിട്ട് ഈ സ്പഞ്ച് നന്നായി കഴുകുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് കുറച്ച് വെള്ളം എടുക്കുക, അങ്ങോട്ട് എറിഞ്ഞെറിഞ്ഞ് ആ സോപ്പ് കംപ്ലീറ്റ് ആയിട്ട് കളയാൻ നോക്കുക കേട്ടോ. അപ്പൊ തന്നെ അത് കംപ്ലീറ്റ്ലി ക്ലീൻ ആവുക. ഓക്കെ, നമ്മുടെ സിങ്ക് ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഈവനിങ് വ്ലോഗ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം.